ആലപ്പുഴ ചാരുമൂട്ടിൽ പന്നിക്കെണിയിൽ നിന്ന് ഷോക്കേറ്റ് കർഷകൻ മരിച്ചു. താമരക്കുളം സ്വദേശി ശിവൻകുട്ടി കെ പിള്ളയാണ് മരിച്ചത്. കൃഷിയിടത്തിലേക്ക് പോകുമ്പോൾ മറ്റൊരാളുടെ സ്ഥലത്തെ കെണിയിൽ നിന്നാണ് ഷോക്കേറ്റത് എന്ന് ബന്ധുക്കൾ പറയുന്നു. പന്നിക്കെണി വെച്ചയാൾക്ക് സൗരോർജ്ജവേലി അനുവദിച്ചെങ്കിലും ഇത് നിഷേധിച്ചെന്നാണ് വാർഡ് മെമ്പർ പറയുന്നത്. ഒരു ജീവൻ, അതായത് ഒരു കുടുംബം പോറ്റിക്കൊണ്ടിരുന്ന ഒരു പാവപ്പെട്ട കർഷകൻ, അദ്ദേഹത്തിൻ്റെ ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇവിടെ അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിൻ്റെ തൊട്ടടുത്ത ഭൂമിയിൽ അനധികൃതമായി വെച്ചിരുന്ന പന്നിക്കെതിരായിട്ടുള്ള വേലി, പന്നിശല്യത്തിനുള്ള വേലി വെച്ചത് കാരണമാണ് ഇങ്ങനെയൊരു സംഭവം ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടിലത്തെ അവസ്ഥ, അദ്ദേഹത്തിന് തളർന്നു കിടക്കുന്ന ഒരു ഭാര്യ, അങ്ങനെ ഒരു കുടുംബം പോറ്റിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യനെ തന്നെ ഈ അനധികൃതമായിട്ടുള്ള ഈ വേലി നശിപ്പിച്ചിരിക്കുകയാണ്. പന്നിയെ തുരത്താൻ ഇവർ കാണിച്ചേക്കുന്ന ഇപ്പം തന്നെ ഇലക്ട്രിസിറ്റിയിൽ നിന്ന് കരണ്ട് അനധികൃതമായി എടുത്തിരിക്കുന്നു. അത് ഒരു വലിയ വിഷയം തന്നെയാണ്. ഇങ്ങനെയൊക്കെ മറ്റുള്ള കർഷകർ അറിയാതെയുള്ള കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള വിപത്തുകളിലേക്ക് ചെന്ന് എത്തുന്നത്. ഇപ്പോൾ വിവരങ്ങളുമായി സുജിത് സുരേന്ദ്രൻ ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന്. സുജിത്ത്, ഈ പഞ്ചായത്ത് അംഗം എന്താണ് പറയുന്നത്? ഈ പന്നിക്കിണിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് നാട്ടുകാർ നൽകുന്ന വിവരങ്ങൾ? സുജിത്ത്. ഉമേഷ്, ഈ പഞ്ചായത്ത് മെമ്പർ, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയാണ്. മെമ്പർ പറയുന്നത്, മെമ്പർ ബിന്ദു നമ്മളോട് പറഞ്ഞത്, ഈ പഞ്ചായത്തിൽ ഇദ്ദേഹം മരിച്ച വീടിൻ്റെ സമീപത്തുള്ള അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിനോട് ചേർന്നുള്ള കൃഷിയിടത്തിൽ ഇപ്പോൾ വൈദ്യുത വേലി സ്ഥാപിച്ച സ്വകാര്യ വ്യക്തിക്ക് പഞ്ചായത്തിൽ നിന്നും സൗരോർജ്ജ വേലി അനുവദിച്ചതാണ്. അത് സൗരോർജ്ജ വേലി സ്ഥാപിക്കുന്നത് സബ്സിഡി ആണ് പഞ്ചായത്ത് നൽകുന്നത്. അതിൻ്റെ പകുതി തുക ഈ വീട്ടുകാരൻ മുടക്കേണ്ടതുണ്ട്. എന്നാൽ ഈ പകുതി തുക മുടക്കാനില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം ഈ സൗരോർജ്ജ വേലി നിഷേധിച്ചത്. കൂടാതെ ഇത്തരത്തിൽ അനധികൃതമായി KSEBിയിൽ നിന്നും മറ്റൊരു വൈദ്യുത വേലി, KSEBിയിൽ നിന്നും കറണ്ട് എടുത്തുകൊണ്ട് ഒരു അനധികൃതമായ ഒരു വേലി സ്ഥാപിക്കുകയുമായിരുന്നു. ഈ വേലിയിൽ നിന്നും ഷോക്കേറ്റാണ് ഇപ്പോൾ മരണം സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും ഇത്തരത്തിലൊരു സംഭവം, ദാരുണമായ സംഭവം ഉണ്ടാകാൻ കാരണം പഞ്ചായത്തിനെ പഴിക്കുകയാണ് പ്രദേശത്തെ CPM. പഞ്ചായത്തിൻ്റെ വീഴ്ചയാണ് ഇത്തരത്തിലൊരു മരണത്തിന് കാരണമെന്നാണ് പറയുന്നത്. ഏരിയ സെക്രട്ടറി ഇപ്പോൾ CPM ഏരിയ സെക്രട്ടറി ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. എന്താണ് ഇത്തരത്തിൽ പഞ്ചായത്തിനെ പഴിചാരാനുള്ള ഒരു സാഹചര്യം? ഇതൊരു രാഷ്ട്രീയ വിഷയമാക്കി മാറ്റുകയാണോ? ഒരിക്കലുമല്ല. ഈ കാര്യത്തിൽ രാഷ്ട്രീയ വിഷയമില്ല. ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് പഞ്ചായത്ത് ഭരണസമിതിയുടെ അനാസ്ഥ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് ഗൗരവതരമായ കാര്യമാണ്. അത് പരിശോധിച്ചാൽ വ്യക്തമാകുന്ന കാര്യം തന്നെയാണ്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഞാൻ പറഞ്ഞു, ഒരു വർഷമായി ഇവിടെ പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റിനെ ചീഫ് ഓണററി വൈൽഡ് ലൈഫ് വാർഡനായിട്ട് നിശ്ചയിച്ചിട്ട് ഒരു വർഷമായിട്ട് ഷൂട്ടറെ വിളിച്ച് ഈ കൃഷിക്കാരെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഒരു വർഷമായി അയാൾക്ക് പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഒരു വർഷത്തിനിടയിൽ അവരെ വിളിക്കാൻ തയ്യാറായിട്ടില്ല. നിരവധി ഈ വാർഡ് ഉൾപ്പെടെ, ഇപ്പോൾ ഇവിടുന്ന് പ്രദേശവാസികളിൽ നിന്ന് മനസ്സിലാക്കുന്ന വിവരം, ഈ വാർഡിൽ നിന്നുൾപ്പെടെ നിരവധി ആളുകൾ പഞ്ചായത്തിലേക്ക് വിളിക്കുകയും അവരെ വിളിക്കണമെന്ന് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തിട്ടും തിരിഞ്ഞു നോക്കാൻ തയ്യാറായി. ഒരു വർഷത്തിനിടയിൽ ഷൂട്ടർമാർ ഇവിടെ എത്തിയിട്ടില്ല എന്നാണോ പറയുന്നത്? എത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതാണ് ഈ പഞ്ചായത്ത് ഈ ഷൂട്ടർമാരെ നിയോഗിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴും ഇവിടേക്ക് ഷൂട്ടർമാർ എത്താറില്ല. അത് വലിയ രീതിയിലുള്ള വീഴ്ചയാണ്, പഞ്ചായത്തിൻ്റെ വീഴ്ചയാണ് എന്നാണ് CPM ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം ഇപ്പോൾ ഈ സ്ഥലത്ത് കൂടുതൽ ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തുകയാണ്. ഉമേഷ്, KSEBിയുടെ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ തന്നെ സ്ഥലത്തേക്ക് എത്തുകയാണ്. വൈദ്യുതി അവിടെ നിന്നും എടുത്തതിൻ്റെ തെളിവുകളൊക്കെ തന്നെ മാറ്റിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഇവിടെ അനധികൃതമായി വൈദ്യുതി എടുത്തതിൻ്റെ ഒരു സോക്കറ്റ് അതുപോലുള്ള സംവിധാനങ്ങൾ മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ അവിടെ പ്രദേശത്ത് വൈദ്യുതിയുടെ ലൈനുകളെല്ലാം തന്നെ അവിടെ നിന്നും നീക്കം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ മരിച്ച ആളുടെ മകൾ കൃത്യമായി പറയുന്നുണ്ട്, അച്ഛൻ്റെ കാലിൽ ഷോക്കേറ്റ പാടുണ്ട്. അത് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴും അത് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. അതിലൂടെ തന്നെയാണ് ഷോക്കേറ്റ് തന്നെയാണ് ഈ മരണം എന്ന വ്യക്തമായിട്ടുള്ളത്. എന്തായാലും സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നാണ് CPM ഉൾപ്പെടെ തന്നെ പ്രദേശത്തെ ആളുകളും കുടുംബവും ആവശ്യപ്പെടുന്നത്. ഉന്മേഷ്, സുജിത്ത്, ഇപ്പോൾ ഇത് KSEBിക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ടോ? ഈ അനധികൃതമായി ഇത്തരത്തിൽ വൈദ്യുതി എടുത്തത്, അതുമായി ബന്ധപ്പെട്ട് കെണി സ്ഥാപിച്ചത്, അതൊക്കെ KSEB സ്ഥിരീകരിക്കുന്നുണ്ടോ?
ഉന്മേഷ്, തീർച്ചയായും ആ ഒരു സാഹചര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇത്തരത്തിൽ KSEB ഇലക്ട്രിസിറ്റിയിൽ നിന്നും അനധികൃതമായി വൈദ്യുതി ആ ലൈനിലേക്ക് അവിടേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഷോക്കേറ്റ പാട് തന്നെയാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ എത്തുമ്പോൾ അവിടേക്ക് വലിച്ചിരുന്ന കേബിൾ വയറുകൾ ചുറ്റി ഈ വീടിൻ്റെ കളപ്പുരയോട് ചേർന്നുള്ള ഒരു ഭാഗത്തായി മാറ്റി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ നിന്നും വൈദ്യുതി എടുക്കാനുള്ള ഒരു സാഹചര്യം മറ്റു ആളുകളൊക്കെ ചൂണ്ടിക്കാണിച്ചതനുസരിച്ചുള്ള തെളിവുകളിൽ നിന്നും കൃത്യമായി വൈദ്യുതി അവിടേക്ക് എടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ഇവിടേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തും മറ്റും ഈ വൈദ്യുത കമ്പികൾ കാണാൻ സാധിച്ചിരുന്നു എന്നും ചിലർ നമ്മളോട് പറഞ്ഞിട്ടുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ വൈദ്യുതാഘാതം ഏറ്റ് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ മരണം എന്ന് തന്നെയാണ് വ്യക്തമായിട്ടുള്ളത്. ഇനി ഇത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ സ്ഥിരീകരിക്കേണ്ടത് KSEB ഉദ്യോഗസ്ഥരുടെ പരിശോധനയും അവരുടെ റിപ്പോർട്ടുകളും ഒക്കെ തന്നെയാണ്. ഒപ്പം പോലീസിൻ്റെ അന്വേഷണത്തിലൂടെയുമാകും ഇക്കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുക. ഉന്മേഷ്, ശരി, സുജിത് സുരേന്ദ്രനാണ് ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.